ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിലുപരി ഇതൊരു അഫോർഡബിൾ പ്രൈസിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൈസിലാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം പോകുന്നതാണ്. നമുക്ക് ഈ ഒരു പുതിയ അമേസിൽ നമുക്ക് റിമോട്ട് എൻജിൻ സ്റ്റാർട്ടറും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. കീയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്റീരിയറിൽ നമുക്ക് കൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ അഡാസ് പറഞ്ഞ പോലെ തന്നെ മാറ്റം വന്നത് 6 എയർ ബാഗിലേക്ക് വെഹിക്കിൾ മാറി. 2 എയർ ബാഗിൽ നിന്ന് 6 എയർ ബാഗിലേക്ക് മാറുകയും അതുപോലെ തന്നെ നമുക്ക് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് 3 സെക്കൻഡ്സ് ഹോൾഡിംഗ് ഓപ്ഷനും കൊണ്ടുവന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് മിറർ നോക്കി ഒരു ക്യാമറ കാണാം, ലൈൻ വാച്ച് ക്യാമറ എന്ന് പറയും. നല്ലൊരു ഫീച്ചറാണ്. കാരണം ലെഫ്റ്റ് സൈഡിലൂടെ വരുന്ന വാഹനങ്ങളെ നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ കാണാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് ആ കൊടുത്തിരിക്കുന്നത്. മച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂര് വിയ്യൂരിലുള്ള ജോൺസ് ഹോണ്ടയിലാണ് കേട്ടോ. എന്താണല്ലേ, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും ഒരു അടിപൊളി വാഹനമാണ് അമേസ്. ആ ഒരു അമേസ് 3rd ജനറേഷൻ ആയിട്ട് പുതിയ രൂപത്തിലും ഭാവത്തിലും നമുക്ക് വാഹനം വന്നിരിക്കുകയാണ്. ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയില്. അപ്പൊ ആ ഒരു വിശേഷത്തിലേക്ക് പോലെ ഓരേട്ടാ. മച്ചവരപ്പം നമ്മുടെ ന്യൂ അമേസിന്റെ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടി ജോൺസ് ഹോണ്ടയിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഷനോജ് മച്ചാൻ നമ്മളോടൊപ്പം ഉണ്ട്. വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ മച്ചാനോട് ചോദിക്കട്ടെ. മച്ചാനെ നമസ്കാരം. ഹായ് ബ്രോ. ഹായ്, വെൽക്കം ടു ജോൺസൺ. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഓ സെയിം ടു യു. ഓക്കെ, താങ്ക് യു മച്ചാനെ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പഴയ അമേസിൽ നിന്ന് പുതിയ അമേസിലേക്ക് വരുമ്പോൾ ഹോണ്ട ബ്രാൻഡ് എന്തെല്ലാം മാറ്റങ്ങളാണ് പുതിയ ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്? ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിലുപരി ഇതൊരു അഫോർഡബിൾ പ്രൈസിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൈസിലാണ് മെയിൻ ഫോക്കസ്. യെസ്, പ്രൈസിലാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഫ്രണ്ട് ഡയഗണൽ തന്നെ തുടങ്ങാം. ആദ്യം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നേച്ചർ ചെക്കേർഡ് ഫ്ലാഗ് ഗ്രില്ലാണ് വന്നിട്ടുള്ളത്. കുറച്ചും കൂടിയും അട്രാക്റ്റീവ് ആണ്. തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു ക്രോം ഗ്രില്ല് വന്ന് കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് നോക്കൂ, നമുക്ക് ഒരു LED ഹെഡ് ലാമ്പാണ് വന്നിട്ടുള്ളത്.
അതുപോലെ തന്നെ LED ഫോഗ് ലാമ്പും ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ജനറേഷൻ കഴിഞ്ഞ് തേർഡ് ജനറേഷൻ വരുമ്പോൾ ഒരു പ്രത്യേക മാറ്റങ്ങൾ തന്നെ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ആ ഗ്രില്ലും ആ ഹെഡ് ലാമ്പും ആ ഒരു ഫോഗ് ലാമ്പും ആ ഒരു ഡിസൈനിങ്ങും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ടയർ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടയർ നോക്കുക, നമുക്ക് ഡയമണ്ട് കട്ട് അലോവിൽസ് ആണ് വന്നിട്ടുള്ളത്. മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 15 ഇഞ്ചാണ് വരുന്നത്. നമുക്ക് ഓവറോൾ ലെങ്ത് വരുന്നത് 3995 തന്നെയാണ്. പക്ഷെ നമ്മുടെ വീൽ ബേസ് വരുന്നത് 2470 ആണ്. നല്ലൊരു വീൽ ബേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഗ്രൗണ്ട് ക്ലിയറൻസിലും നമുക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. 170 172 ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് മാറിയിട്ടുണ്ട്. വാഹനത്തിന്റെ വിടുത്തും അതുപോലെ തന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. 1695 നിന്നും 1733 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒരു 38 mm കൂടിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോൾ അറിയാം, ഒന്നും കൂടി വൈഡർ ആയിട്ടുണ്ട് നമ്മുടെ വെഹിക്കിൾ. മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. മിറർ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽ ക്രോം ആണ് കൊടുത്തിരിക്കുന്നത്. അതും സ്മാർട്ട് കീ സിസ്റ്റം തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ റിയർ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഐക്കോണിക് വിങ് ഷേപ്ഡ് LED റിയർ ലൈറ്റ്സ്. നോക്കൂ, അതിൽ നമ്മുടെ തേർഡ് ജനറേഷനെ സൂചിപ്പിക്കുന്ന ഒരു ലൈൻസ്, ഒരു 3 ലൈൻസും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ റിയർ നമുക്ക് ക്യാമറ വരുന്നുണ്ട്. അത് 3 വ്യൂ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫസ്റ്റ് സെഗ്മെന്റ് ഫീച്ചറാണ്. സാധാരണ പോലെ തന്നെ നമുക്ക് ഡിഫോഗർ ആയിക്കോട്ടെ, ഷാർഫിൻ ആയിക്കോട്ടെ, എല്ലാം നമുക്ക് റിയറിൽ കൊടുത്തിട്ടുണ്ട്. 4 പാർക്കിംഗ് സെൻസേഴ്സും. 116 ലിറ്റർ ആണ് നമുക്ക് ബൂട്ട് സ്പേസ് കൊടുക്കുന്നത്. നമുക്ക് റിയർ ഒന്ന് നമുക്ക് നോക്കാം. റിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ റിയർ വെന്റ് AC വെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പവർ ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് ഹോൾഡർ അടങ്ങിയിട്ടുള്ള ഒരു ആംറസ്റ്റ് ആണ് റിയറിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു മാറ്റം വന്നിട്ടുള്ളത്, നമുക്ക് സെൻട്രലിൽ ഇരിക്കുന്ന ആൾക്കും ഹെഡ് റെസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും പുതിയത് വന്നതാണ്. നമുക്ക് ലെഗ് സ്പേസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ലെഗ് സ്പേസ് കൂടുതലാണ്. നമുക്ക് ഹെഡ് റൂമും അതുപോലെ തന്നെ അത്യാവശ്യം ഹെഡ് റൂമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോർ പാഡ് തന്നെ ചെക്ക് ചെയ്യാം. മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ട്യൂട്ടർ വന്നിട്ടുണ്ട്. അതൊരു ആഡ് ഓൺ ആണ് വന്നിട്ടുള്ള പുതിയ ജനറേഷനിൽ. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടിൽറ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അഡാസിന്റെ ഫങ്ഷൻസ് എല്ലാം നമ്മുടെ സ്റ്റിയറിംഗിൽ കൊടുത്തിരിക്കുന്നുണ്ട്. 6 അഡാസ് ഫീച്ചേഴ്സ് ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഫോണിന്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസുകൾ കാര്യങ്ങളെല്ലാം ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. വോയിസ് കമാൻഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റലാണ് നമ്മുടെ ക്ലസ്റ്റർ വരുന്നത്. ഇതിൽ എല്ലാ ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ജി മീറ്റർ, അതുപോലെ തന്നെ റേഞ്ച്, ഫ്യൂൽ, ടാക്കോമീറ്റർ, ഇതെല്ലാം നമുക്ക് മാറിയിട്ട് സെറ്റ് ചെയ്യാനുള്ള സേഫ്റ്റി സപ്പോർട്ട്. കാരണം അഡാസിന്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും 3 ഫീച്ചേഴ്സാണ് ഇതിൽ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. കൊളീഷൻ, അതുപോലെ തന്നെ റിയർ പാർക്കിംഗ്, റോഡ് ഡിപ്പാച്ചർ, ഇങ്ങനെ 3 ഫങ്ഷൻസ് നമുക്ക് ഇവിടെ തന്നെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുള്ളത്. അടുത്തൊരു മാറ്റം വന്നിരിക്കുന്നത് ടച്ച് സ്ക്രീനിലാണ്. 7 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ആയിരുന്നു. അത് മാറി ഇപ്പോൾ 8 ഇഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആണ്. അതുപോലെ തന്നെ വയർലെസ് ചാർജറും കൊണ്ടുവന്നിട്ടുണ്ട്. AC-യും അതിന്റെ ഫാനും കൺട്രോളിന്റെ സ്വിച്ചസിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാക്സ് കൂൾ ഫംഗ്ഷൻ, അതായത് പെട്ടെന്ന് കൂൾ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഫെദർ ടച്ച് ആണ്, കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. പിന്നെ നമ്മുടെ ഡാഷ്ബോർഡിന്റെ ഡിസൈൻ അതും മാറ്റം വരുത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അത്യാവശ്യം. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് അഡാസ് ഫീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ. ഈ ഒരു അഫോർഡബിൾ പ്രൈസിൽ നമുക്കൊരു അഡാസ് ലെവൽ 2 6 ഫീച്ചേഴ്സ് കൊണ്ടുവന്നത് നല്ലൊരു കാര്യമാണ്. 6 ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈ കൊളീഷൻ മിറ്റിഗേഷൻ സിസ്റ്റം, പിന്നെ അതുപോലെ തന്നെ റോഡ് ഡിപ്പാർച്ചർ മിറ്റിഗേഷൻ സിസ്റ്റം, ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ്, അതുപോലെ തന്നെ നോർമൽ ക്രൂയിസ് അല്ല അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ആണ് വരുന്നത്. പിന്നെ ഓട്ടോ ഹൈ ബീം, ലീഡ് കാർ, ഈ 6 ഫീച്ചേഴ്സും നമ്മൾ ഈ ഒരു പുതിയ അമേസിൽ കൊടുക്കുന്നുണ്ട്. കാരണക്കാർക്ക് സാധാ ഒരു എമൗണ്ട് കൊടുത്ത് ലക്ഷറി കാറുകളിലുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് അമേസിൽ കൊണ്ടുവന്നു അല്ലേ? അതെ. നമ്മുടെ സേഫ്റ്റിയുടെ കാര്യത്തില് ഹോണ്ട അമേസ് എന്തെല്ലാമാണ് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും നമുക്കിപ്പോ അഡാസ് പറഞ്ഞ പോലെ തന്നെ മാറ്റം വന്നത് 6 എയർ ബാഗിലേക്ക് വെഹിക്കിള് മാറി. 2 എയർ ബാഗിൽ നിന്ന് 6 എയർ ബാഗിലേക്ക് മാറുകയും അതുപോലെ തന്നെ നമുക്ക് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് 3 സെക്കൻഡ്സ് ഹോൾഡിംഗ് ഓപ്ഷനും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് ലെഫ്റ്റ് സൈഡ് മിറർ നോക്കി.
ഒരു ക്യാമറ കാണാം, ലൈൻ വാച്ച് ക്യാമറ എന്ന് പറയും. നല്ലൊരു ഫീച്ചറാണ്, കാരണം ലെഫ്റ്റ് സൈഡിലൂടെ വരുന്ന വാഹനങ്ങളെ നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ കാണാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് ആ കൊടുത്തിരിക്കുന്നത്. അതൊരു നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഡ്രൈവറും കോ ഡ്രൈവറും സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ഉണ്ടാവും. നമുക്ക് 5 സീറ്റിനും സീറ്റ് ബെൽറ്റ് റിമൈൻഡർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ISO ഫിക്സ്, അതായത് ചൈൽഡ് സീറ്റ് ഹാങ് ചെയ്യാനുള്ള ഓപ്ഷൻ പുതിയൊരു ഫീച്ചറാണ്. റെയിൻ വൈപ്പ് വിത്ത് ഹെഡ്ലൈറ്റ് ഇന്റഗ്രേഷൻ, അതും കൂടിയും അമേസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് പവർ വിൻഡോ ആന്റി പിഞ്ചും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം പോകുന്നതാണ്. നമുക്ക് ഈ ഒരു പുതിയ അമേസിൽ നമുക്ക് റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ടറും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കീയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ നമുക്ക് കൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നല്ലൊരു ഫീച്ചറാണ്. നമുക്കിപ്പോൾ പല ഷോപ്പിംഗ് മോളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വെയിലത്ത് കിടക്കുന്ന ഒരു വാഹനം തണുപ്പിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. മൊബൈൽ വഴിയും ചെയ്യാം കേട്ടോ. നമുക്ക് ഹോണ്ട കണക്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് വഴി ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ട്രാക്ക് ചെയ്യാൻ, ജിയോ ഫെൻസിങ്, ഡോർ അൺലോക്ക് ചെയ്യാൻ, ട്രങ്ക് അൺലോക്ക് ചെയ്യാൻ, അങ്ങനെ ഓപ്ഷൻസുകളെല്ലാം പുതിയ അമേസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് വാഹനത്തിന്റെ പുറത്ത് തന്നെ ഇരുന്ന് നമുക്ക് വാഹനത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാം. അപ്പോൾ അതൊക്കെ ഈ ഒരു പ്രൈസിന് കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. നമുക്ക് എഞ്ചിൻ സൈഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, നമ്മുടെ ഹോണ്ടയുടെ 1.2 IVTEC എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അതും 90 PS പവറും 110 Nm ടോർക്കും. പിന്നെ എടുത്തു പറയാനുള്ളത്, നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നത് CVT ആണ്. അതും 7 സ്പീഡാണ് നമുക്ക് വരുന്നത്. മാനുവലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 5 സ്പീഡ് ഫോർവേഡും 1 റിവേഴ്സും ആണ് വരുന്നത്. പിന്നെ മൈലേജ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. മൈലേജ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. CVTക്ക് വരുന്നത് 19.46ഉം മാനുവലിന് വരുന്നത് 18.65 ആണ് കൊടുത്തിട്ടുള്ളത്. അമേസ് വരുമ്പോൾ എത്ര വേരിയൻസ്, എത്ര കളേഴ്സ് ആണ് വരുന്ന വാഹനം? നമുക്ക് വരുന്നത് 3 വേരിയൻസിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ഒന്ന് സ്റ്റാർട്ടിങ് വരുന്നത് V ഓപ്ഷനും, പിന്നെ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് VX, തേർഡ് ഓപ്ഷൻ വരുന്നത് ZX. ഉണ്ടെങ്കിൽ നമുക്കൊരു പുതിയ ആഡ് ഓൺ കളർ വന്നിട്ടുണ്ട്. ഒബ്സീഡിയൻ ബ്ലൂ പേൾ എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. പിന്നെ നമുക്ക് 5 കളേഴ്സ് വരുന്നത് പ്ലാറ്റിനം വൈറ്റ് പേൾ, ലൂണാർ സിൽവർ മെറ്റാലിക്, റേഡിയൻ റെഡ് മെറ്റാലിക്, ഗോൾഡൻ ബ്രൗൺ മെറ്റാലിക്, മെട്രോയിഡ് ഗ്രേ മെറ്റാലിക്. എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്കതും ഒരു അട്രാക്റ്റീവ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്നത് 7.99 നമ്മുടെ സ്റ്റാർട്ടിങ് എക്സ്ഷോറൂം വരുന്നത്. ഫുൾ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക്കിൻ്റെ ഫുൾ ഓപ്ഷൻ പോലും വരുന്നത് 10.89 വിത്ത് അഡാസ് ഫീച്ചേഴ്സോട് കൂടിയിട്ട്. 10 ലക്ഷം രൂപയുടെ ഒരു വാഹനത്തില് അല്ലേ, അധികം ഫീച്ചേഴ്സ്. അതെ. അപ്പൊ ന്യൂ അമേസിന്റെ വിശേഷങ്ങൾ ഇത്രയാണ് വരുന്നത് അല്ലേ? അതെ. അപ്പോ നിങ്ങൾക്ക് എന്താ പറയാ, ഈ ഒരു വാഹനമൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരാം, ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്യാലോ അല്ലെ? അവൈലബിൾ ആണ് നമുക്ക് ടെസ്റ്റ്. നമ്മുടെ ഈ ഒരു വീഡിയോയില് നമ്പർ ഉണ്ടാവും. ഷനോജ് മച്ചാൻ, അപ്പൊ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ന്യൂ അമേസിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തന്ന മച്ചാന് വളരെ താങ്ക് യു. വെൽക്കം. അപ്പൊ ഒരിക്കൽ കൂടി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. സെയിം ടു യു. ഓക്കെ, താങ്ക് യു. ബൈ.